6.12 ഫോർത്ത് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇഫ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ഓൺ ക്ലോസ്ഡ് എ ബി ആൻഡ് ഇഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി, then f belongs to R of alpha on closed AC and on closed CB, and integral A to C f d alpha plus integral C to B f d alpha is equal to integral A to B f d alpha. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതാണ് പറയുന്നത്: എഫ് റെയ്ൻമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രൽ ഓൺ ക്ലോസ്ഡ് എ ബി ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? എഫ് റെയ്ൻമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രൽ ഓൺ ക്ലോസ്ഡ് എ സി ആണെന്നും എഫ് റെയ്ൻമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രൽ ഓൺ ക്ലോസ് സി ബി ആണെന്നും മാത്രമല്ല ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എഫ് ഡി ആൽഫ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്നും കാണിക്കണം. ഓക്കെ, അപ്പോൾ പ്രൂഫ് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് തന്നതെന്ന് എന്താ? എഫ് റെയ്ൻമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രൽ ഓൺ ക്ലോസ്ഡ് എ ബി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുകയാണെങ്കിൽ ഒരു പാർട്ടീഷൻ എ ബിനെ നമ്മൾ പി എന്ന് പറഞ്ഞൊരു പാർട്ടീഷനാണ് എടുക്കണതെങ്കിൽ യു ഓഫ് പി കോം എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി കോം എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ പി എന്ന് പറഞ്ഞ പാർട്ടീഷനിലേക്ക് ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു റിഫൈൻമെൻറ്റ് എടുക്കുകയാണ്. ലെറ്റ് പി സ്റ്റാർ ഇസ് ഈക്വൽ ടു പി യൂണിയൻ ആ ഒരു പോയിന്റ് സി, സോ ദാറ്റ് പി സ്റ്റാർ എന്തായി? പിയുടെ ഒരു റിഫൈൻമെൻ്റ് ആയി. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? യു ഓഫ് പി സ്റ്റാർ കോം എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി സ്റ്റാർ കോം എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ പി വൺ ഇസ് ഈക്വൽ ടു പി സ്റ്റാർ ഇൻ്റർസെക്ഷൻ എ സിയും പി ടു ഇസ് ഈക്വൽ ടു പി സ്റ്റാർ ഇൻ്റർസെക്ഷൻ സി ബി ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പി വൺ എന്ന് പറയുന്നത് എന്താണ്? എ സിയുടെ പാർട്ടീഷനും പി ടു എന്ന് പറയുന്നത് സി ബിയുടെ പാർട്ടീഷനാണ്. ആൻഡ് പി സ്റ്റാർ ഇസ് ഈക്വൽ ടു പി വൺ യൂണിയൻ പി ടു. ഇനി ഇവിടെ അപ്പർ സമ്മ് പറയാം യു ഓഫ് പി സ്റ്റാർ കോമ എഫ് ആൽഫ. ഇവിടെ പി സ്റ്റാർ എന്ന് പറയുന്നത് പി വൺ യൂണിയൻ പി ടു ആയതുകൊണ്ട് ഇവരുടെ അപ്പർ സം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യു ഓഫ് പി സ്റ്റാർ എഫ് ആൽഫ ഇസ് ഈക്വൽ ടു യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു കോമ എഫ് ആൽഫ. അതേമാതിരി ലോവർ സമ്മിൽ എൽ ഓഫ് പി സ്റ്റാർ കോമ എഫ് ആൽഫ ഇസ് ഈക്വൽ ടു എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ. ഈ ഇക്വേഷൻസ് നമ്മൾ 3ഉം 4 ആയിട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 3 മൈനസ് 4 ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? യു ഓഫ് പി സ്റ്റാർ കോമ എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി സ്റ്റാർ കോമ എഫ് ആൽഫ ഇസ് ഈക്വൽ ടു യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ. ഇനി നമ്മൾ ആ മൈനസ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണുന്നത്. യു ഓഫ് പി വൺ എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ. ഓൾറെഡി നമുക്കറിയാം യു ഓഫ് പി സ്റ്റാർ കോമ എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി സ്റ്റാർ കോമ എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ എടുത്തിട്ടുണ്ട് ഇക്വേഷൻ 2ൽ. അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് ടേംസിൻ്റെ സമ്മ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യു ഓഫ് പി വൺ എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. അതേമാതിരി യു ഓഫ് പി ടു എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി ടു എഫ് ആൽഫയും ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഇസ് റെയ്ൻമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രൽ ഓൺ ക്ലോസ്ഡ് എ സിയും എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആൻഡ് ക്ലോസ് സി ബിന്നും എഴുതാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഈ ഒരു ഭാഗം വരെ കഴിഞ്ഞു. എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി എടുത്തപ്പോൾ എഫ് റെയ്ൻമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രൽ ഓൺ ക്ലോസ് സി ആണെന്നും എഫ് റെയ്ൻമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രൽ ഓൺ ക്ലോസ് സി ബി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എഫ് ഡി ആൽഫ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫയാണ്. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നത് എന്താണ്? എഫ് റെയ്ൻമാൻ സെൽഷ്യസ് ഇൻറ്റഗ്രൽ ഓൺ ക്ലോസ്ഡ് എ ബി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എ ടു ബി എഫ് ഡി ആൽഫ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു മൈനസ് ബി എഫ് ഡി ആൽഫ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പർ റെയ്ൻമാൻ സെൽഷ്യസും ലോവർ റെയ്ൻമാൻ സെൽഷ്യസും ഈക്വലാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫയാണ്. ഇനി നമുക്കറിയാം ഈ അപ്പർ റെയ്ൻമാൻ സെൽഷ്യസ് എന്തിനേക്കാൾ ലെസ് ദാൻ ഈക്വൽ ടു ആണ്? ഇൻറ്റഗ്രൽ എ ടു മൈനസ് ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഈക്വൽ ടു യു ഓഫ് പി സ്റ്റാർ കോമ എഫ് ആൽഫയാണ് നമുക്കറിയാം. ഈ യു ഓഫ് പി സ്റ്റാർ എഫ് ആൽഫ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു എഫ് ആൽഫ എന്ന് എഴുതാം. അങ്ങനെയാണ് പടിയിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഈക്വൽ ടു യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു എഫ് ആൽഫ ആയിട്ട് വന്നത്. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം യു ഓഫ് പി വൺ എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫയാണ്. അത് എവിടെ നിന്നാണ് വന്നത്? യു ഓഫ് പി വൺ എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആണ്.
എഫ് റെയ്മാൻ സ്റ്റെൽജർ സിൻഡ്രോം ക്ലോസ്ഡ് AC ആണ്, ക്ലോസ്ഡ് AB ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അതേമാതിരി തന്നെ യു ഓഫ് പി ടു എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ A to B എന്ന് പറയുന്നത് എഫ് ഡി ആൽഫ എന്തിനോട് ലെസ് ആർ ഈക്വൽ ടു ആയിരുന്നു, യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു എഫ് ആൽഫയോടായിരുന്നു. അവിടെ അപ്പോൾ യു ഓഫ് പി വൺ എഫ് ആൽഫയ്ക്ക് പകരം നമ്മൾ എന്താ കൊടുക്കാൻ പോകണം, ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫയും യു ഓഫ് പി ടു എഫ് ആൽഫയ്ക്ക് പകരം ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ കൊടുക്കുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ എന്തായി, ലെസ് ദാൻ 2 എപ്സിലോൺ പ്ലസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ വന്നു. ഇനി നമ്മൾ P1 ഫിക്സ് ചെയ്തിട്ട് P2ൻ്റെ സുപ്രീം എടുക്കുകയാണ്. അപ്പോൾ സുപ്രീം ഓവർ P2 എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു, എൽ ഓഫ് പി ടു എഫ് ആൽഫയ്ക്ക് പകരം നമ്മൾ സുപ്രീമാണ് എടുക്കുന്നത്. ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ ലെസ് ദാൻ 2 എപ്സിലോൺ പ്ലസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് മിസ്സായിട്ടുണ്ട്, പ്ലസ് സുപ്രീമം ഓഫ് എൽ ഓഫ് പി ടു എഫ് ആൽഫ എന്ന് വരുന്നു. ഈ സുപ്രീം ഓഫ് എൽ ഓഫ് പി ടു എഫ് ആൽഫേനെയാണ് നമ്മൾ എന്ത് എഴുതുക, ഇൻ്റഗ്രൽ മൈനസ് സി ടു ബി എന്ന് എഴുതാറ്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് സി ടു ബി എഫ് ആൽഫ എഫ് ഡി ആൽഫ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് റെയ്മാൻ സ്റ്റെൽജർ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഇൻ്റഗ്രൽ മൈനസ് സി ടു ബിനെ നമുക്ക് മൈനസ് സി ടു ബി എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ ലെസ് ദാൻ 2 എപ്സിലോൺ പ്ലസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ C to B എഫ് ഡി ആൽഫ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതേമാതിരി സുപ്രീം ഓവർ P1 നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതേമാതിരി കണ്ട ഈ സ്റ്റെപ്പിൽ കുറച്ചും ക്ലിയർ ആവും. മുമ്പത്തേൽ ഞാൻ അത് എഴുതാൻ വിട്ടുപോയതാണ്. ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ ലെസ് ദാൻ 2 എപ്സിലോൺ പ്ലസ് സുപ്രീം ഓഫ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ C to B എഫ് ഡി ആൽഫ വന്നു. ഇനി ലെസ് ദാൻ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചു, ഈ സുപ്രീം എൽ ഓഫ് പി വൺ എഫ് ആൽഫ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് A to C എഫ് ഡി ആൽഫ ആയിട്ട് എഴുതാം. ഈ മൈനസ് A to C എഫ് ഡി ആൽഫ നമുക്ക് ഇനി എങ്ങനെ എഴുതാം, A to C എഫ് ഡി ആൽഫ എഴുതാം. കാരണം എന്താ, എഫ് റെയ്മാൻ സ്റ്റെൽജർ ഇൻ്റഗ്രലും ക്ലോസ്ഡ് AC ആണ്. അങ്ങനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ ലെസ് ദാൻ 2 എപ്സിലോൺ പ്ലസ് ഇൻ്റഗ്രൽ A to C എഫ് ഡി ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ C to B എഫ് ഡി ആൽഫ. ഇവിടെ എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ A to C എഫ് ഡി ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ C to B എഫ് ഡി ആൽഫ ആയിട്ട് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെസ് ആർ ഈക്വൽ ടു ഈ ഒരു ഐഡൻറ്റിറ്റി എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ ഈക്വൽ ടു ഇൻ്റഗ്രൽ A to C എഫ് ഡി ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ C to B എഫ് ഡി ആൽഫയാണ്. അപ്പോൾ ഇവിടെ ലെസ് ആർ ഈക്വൽ ടു എടുത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് എന്തുകൂടി കാണിച്ചാൽ മതി, ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ A to C എഫ് ഡി ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ C to B എഫ് ഡി ആൽഫയാണെന്ന് കാണിച്ചാൽ മതി. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണു, വി ഹാവ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ ഇസ് ഈക്വൽ ടു എൽ ഓഫ് പി സ്റ്റാർ എഫ് ആൽഫ ആൻഡ് ഈ എൽ ഓഫ് പി സ്റ്റാർ എഫ് ആൽഫ എന്തിനേക്കാളും ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കും, ലോവർ റെയ്മാൻ ഇൻ്റഗ്രൽ ലോവർ റെയ്മാൻ സ്റ്റെൽജർ ഇൻ്റഗ്രലിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അതാണ് അവിടെ ആ സ്റ്റെപ്പ് എഴുതുന്നത്, എൽ ഓഫ് പി സ്റ്റാർ കോമ എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് A to B എഫ് ഡി ആൽഫ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫ. അത് മനസ്സിലായല്ലോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എഫ് റെയ്മാൻ സ്റ്റെൽജർ ഇൻ്റഗ്രലും ക്ലോസ്ഡ് AB ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് A to B എന്നുള്ളത് നമുക്ക് ഇൻ്റഗ്രൽ A to B എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് എൽ ഓഫ് പി വൺ ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു ആൽഫ ഇസ് ഈക്വൽ ടു എൽ ഓഫ് പി സ്റ്റാർ എഫ് ആൽഫയും അത് ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണോണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ആ രണ്ട് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B എഫ് ഡി ആൽഫയായി. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ എൽ ഓഫ് പി വൺ എഫ് ആൽഫ ഗ്രേറ്റർ ദാൻ യു ഓഫ് പി വൺ എഫ് ആൽഫ മൈനസ് എപ്സിലോൺ ആണ്. അതെങ്ങനെയാണ്, നമ്മൾ മുമ്പ് ചെയ്ത മാതിരി യു ഓഫ് പി വൺ എഫ് ആൽഫ മൈനസ് എൽ ഓഫ് പി വൺ എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതേപോലെ തന്നെ യു ഓഫ് പി ടു കമ്മ എഫ് ആൽഫ ഗ്രേറ്റർ എൽ ഓഫ് പി ടു കമ്മ എഫ് ആൽഫ ഗ്രേറ്റർ ദാൻ യു ഓഫ് പി ടു കമ്മ എഫ് ആൽഫ മൈനസ് എപ്സിലോൺ. അപ്പോൾ ഇതേമാതിരി ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ ഗ്രേറ്റർ ദാൻ യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു എഫ് ആൽഫ മൈനസ് 2 എപ്സിലോൺ വന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതി, മൈനസ് 2 എപ്സിലോൺ പ്ലസ് യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു എഫ് ആൽഫ ലെസ് ദാൻ എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ.
നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് എൽ ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് എൽ ഓഫ് പി ടു എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫയാണ്. അപ്പോൾ നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ. മൈനസ് 2 എപ്സിലോൺ പ്ലസ് യു ഓഫ് പി എഫ് ആൽഫ പ്ലസ് യു ഓഫ് പി ടു എഫ് ആൽഫ ലെസ് ദാൻ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ. ഇനി നേരത്തെ ചെയ്ത മാതിരി പി വൺ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ എന്തെടുക്കുകയാണ്, പി ടുവിൻ്റെ ഇൻഫിമം എടുക്കുകയാണ്. അപ്പോൾ മൈനസ് 2 എപ്സിലോൺ പ്ലസ് യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് ഇൻഫിമം യു ഓഫ് പി ടു എഫ് ആൽഫ ലെസ് ദാൻ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ വന്നു. ആ ഇൻഫിമം ഓഫ് യു ഓഫ് പി ടു എഫ് ആൽഫനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ സി ടു മൈനസ് ബി എഫ് ഡി ആൽഫ എന്ന് എഴുതാം. അത് എഴുതി അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ സി ടു ബി എഫ് ഡി ആൽഫ എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞ മാതിരി എഫ് റൈം എസ്റ്റേൽസിൻ്റെ ക്ലോസ് സി ബി ആയതുകൊണ്ട്. ഇനി ഇതേമാതിരി എന്ത് ചെയ്യാൻ പോവാണ്, ഓവർ പി വണ്ണിൽ നമ്മൾ ഇൻഫിമം എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇതേമാതിരി എന്ത് വരും, മൈനസ് 2 എപ്സിലോൺ പ്ലസ് ഇൻഫിമം ഓഫ് യു ഓഫ് പി വൺ എഫ് ആൽഫ പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ വരും. ആ ഇൻഫിമം ഓഫ് യു ഓഫ് പി വൺ എഫ് ആൽഫേനെയാണ് ഇവിടെ എന്താ എഴുതിയത്, ഇൻറ്റഗ്രൽ മൈനസ് എ ടു സി എഫ് ഡി ആൽഫ. ആ ഒരു ടേം എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫയോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് മൈനസ് 2 എപ്സിലോൺ പ്ലസ് ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ആയിട്ട് കിട്ടും. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് അതിന് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്ന് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ഇതും കണ്ടുപിടിച്ചു. മുമ്പ് നമ്മുടെ ഇക്വേഷൻ 5 നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഡി ആൽഫ പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ. താങ്ക് യു.